everybody, this is Shweta. My name is Inder and welcome to our channel. It's time for next scene from movie Super Sharanya. Let's watch it. നീ എന്താ ഇവിടെ? ഞാൻ സോനയുടെ വീട്ടില്. എന്തിനാ അവിടെ? സോന എവിടെയോ. ഞാൻ ഹിമാലയ ട്രിപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. എന്റെ ഈ കൊല്ലം നശിച്ചു. ദേ പച്ചൂത്തിയത്. നീ എന്താണ് ഞാൻ എപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ എടുക്കാത്തത്? പല ടൈപ്പ് പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര അഹങ്കാരം പിടിച്ച ഒരെണ്ണത്തിനെ ആദ്യമായിട്ടാണ്. Are come on. ഇതെന്റെ ഫ്രണ്ട് ദീപു. അപ്പൊ സോന മറ്റേതാ എന്ത് പറ്റത്? അതോട്ടെ, ഇനി ഞാൻ വിളിക്കുമ്പോ ഫോൺ എടുക്കണം, മനസ്സിലായോ? ഇതെന്താണ് അമ്മേ? मुझे लगा लफड़ा है लेकिन हुआ नहीं कुछ. നിനക്കെന്താ പറ്റിയേ? ആ സർക്കാർ ഇങ്ങനെയാണല്ലോ. അവ ഹിമാലയത്തിൽ പോയപ്പോ ശല്യം തീർന്നു വിചാരിച്ചാണ് ദീപു വീണ്ടും വന്നേക്കുന്നത്. നീ അയാളുടെ ഞാൻ ഫ്രണ്ടാന്ന് പറഞ്ഞ അത്ര പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ എന്താ പറയണ്ടേ? ലവറാന്ന് പറയണോ? എന്ത് പറയാൻ എന്തെങ്കിലും മടിയുണ്ടോ? നീ ഇത്ര ടെൻഷൻ കാണുമ്പോ എനിക്ക് എല്ലാ ഡൗട്ട് ഉണ്ട്. എന്ത് ഡൗട്ട്? പറ, എന്ത് ഡൗട്ട്? നീ എന്തെങ്കിലും ഉണ്ടാകും ഉണ്ടെങ്കിൽ പറയാൻ കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം തിരിക്കണം. നീ എന്താ വിചാരിച്ചാലും കാമുകയാന്നാ? എന്നിട്ട് നിന്റെ അടുത്ത് മറച്ചു വെച്ചെന്നാ? അതല്ല. ഏതല്ല? ഞാൻ നിന്റെ പോലെ നുണ പറഞ്ഞ ആളല്ല. എനിക്ക് അതിന് ആവശ്യമില്ല. ദൈവമേ, നീ ഒന്ന് അടങ്ങി. ഏത് നേരത്താണ് അവനക്ക് ചോദിക്കാൻ തോന്നുന്നത്? ആ വരുണൊക്കെ പറഞ്ഞൊരു ഉപദേശം കേട്ട് എന്റെ അടുത്ത് വരുന്നത് മനസ്സിലായോ? എടി, വരണൊക്കെ നീ ഉദ്ദേശം കൊടുത്തിട്ട് ആളല്ല. എനക്ക് നൈസ് മാനാണ്. നിന്നേക്ക് എന്ത് കാര്യം പറയാറ്? പാവം. നീ നിന്റെ കാര്യം നോക്കി പോയാലോ? നിന്റെ സുമേഷേട്ടന് പോയത് ബാംഗ്ലൂരാ. അവിടെ പോയത് നല്ല ഇടി കൊണ്ട് തൂപ്പല്ലേ പോണ. നീ വണ്ടി വെച്ചോണ്ട് പോരാ, അല്ല നിൽക്കും കൊണ്ടിടി. He's going to bash them. നോക്കിക്കണ്ട് വണ്ടി കയറി. എടി സോറി, മറ്റേ കാര്യം ചോദിച്ചതിന്. എൻ്റെ ഒരു വിവരമായിട്ട് കൂട്ടിയത്. ക്ഷമിച്ചു. എന്നോട് ദേഷ്യമാണ് അയാളോട് തീർത്തെ. നിന്നോട് എന്ത് ദേഷ്യം? അവൻ കിട്ടി. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. എന്റെ പൊന്നു മോളെ, ഒരു 1.5 വർഷം വരെ ഞാനും കളിക്കണം വിനു വരണം കൂടി എവിടെ ഉണ്ടാക്കണം നിനക്കറിയാം. ഇവിടുത്തെ ഉത്സവത്തിന് പങ്കെടുത്തിട്ടുണ്ട്. എന്ത് വിശ്വാസമായില്ലേ? ഇല്ല. നീ വേണമെങ്കിൽ അവരുടെ അടുത്ത് വെച്ച് നോക്ക്. പിന്നെ മറ്റേ പറഞ്ഞ സുമേഷേട്ടനില്ലേ? സുമേഷേട്ടൻ ഞങ്ങളുടെ മെയിൻ പടിയായിരുന്നു. വരണ്ട ഒരു കേസിൽ അവന്മാരായിട്ട് ഭയങ്കര പ്രശ്നമായി. സുമേഷേട്ടൻ പോലീസിന്റെ നല്ലിട്ടിടിച്ച്. പിന്നെ ആ കേസും കൂടി ആയപ്പോ ഞങ്ങൾ പരിപാടി അങ്ങ് നിർത്തി. വേറെ കാര്യം, എന്റെയും പേരുണ്ടെങ്കിൽ ഇടിവുണ്ടായിരുന്നു. പിന്നെ 2017 മാർച്ച് 31 ഞാനും വരണം ആ വളയെടുത്ത് വരാപ്പുഴ പാലത്തിന് വേണ്ടി പുഴയിലേക്ക് എറിഞ്ഞു. പിന്നെ ഈ ഞാൻ വിശ്വസിക്കാൻ പോകില്ല. വേണ്ട, ഞാൻ കാര്യം പറഞ്ഞു. എന്നിട്ട് എന്താ എന്നോട് ഇതുവരെ പറയാമായിരുന്നു? അത്ര നല്ല കാര്യമൊന്നുമല്ലല്ലോ, വെറുതെ പറഞ്ഞ് നിന്നെ വിഷമിക്കണ്ടെന്ന് വിചാരിച്ചു. നീ മേനോന്റെ കാര്യം കംപ്ലീറ്റ് ആയിട്ട് ഇന്നലെ പറഞ്ഞത്. ആയിക്കോട്ടെ, എനിക്ക് എന്തുണ്ടാവില്ല പ്രോമിസ്. ഇനി ഇങ്ങനെ മീൻ പിടിക്കാൻ പോ. പിന്നെ ഇവിടെ ഇത്രയും വലിയ സംഭവം നടന്നിട്ട് എങ്ങാനും കുറച്ചിട്ട് പോയി ഇപ്പോഴാണ് മീൻ പിടുത്തം. 10-15 ഇടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നോ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പോലെയാണല്ലോ പറയണത്. മോളെ, ഞാൻ ആദ്യം തൊട്ടേ പറയണത് ഇത് ശരിയല്ല ശരിയല്ല. അപ്പൊ എന്തായിരുന്നു? നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കട്ടെ മോളെ. ശരണി,
है മേമ്മ ചപ്പാത്തിയും ചിക്കനും കഴിക്കാൻ വിളിക്കുന്നു. ये आया एक नया ആയോ ബാൽക്കണിയിൽ ഭയങ്കര കൊതുക. शरणी രാത്രിയമ്മ തൂക്കം പോച്ച പറഞ്ഞ മാറ്റിക്കൊണ്ടിരിക്കണത് അതിന്റെ ഇടയിലാണ് അവന്റെ ഒരു വാട്സാപ്പിൽ അവിടെ കാമുകരാറിയോ ഇടിയോട്ട് തോട്ടി കിടക്കാൻ ചേക്കാ നീ. ക്ഷമിക്കൂ കസിൻ സിസ്റ്ററെ, നീ ആവർത്തിക്കില്ല. ഞാനിതോടെ പറഞ്ഞതിന്റെ എഡിറ്റിംഗ് പഠിപ്പും കോപ്പൊക്കെ നിൽക്കും നിനക്കറിയില്ല. മനസ്സിലായി. ആദ്യം മറന്നതിന് മനസ്സിലായി. സോനാരെ നേരത്തെ ഒരു കാമുവിന്റെ സോറില്ലേ ഏതാണവൻ? എന്തിനാ? ഒന്ന് കരുതിരിക്കാൻ വേണ്ടി ചോദിച്ചതാ. അതാണ് നിനക്ക് യാതൊരു കാര്യം. ശരി കാര്യം. ഓക്കെ ओके മറക്കാം എല്ലാം മറക്കാം. हाँ എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ? പഴം മേടിക്കാൻ പറഞ്ഞാ നീ ആ സമയത്ത് എന്റെ ബോക്സിംഗ് ക്ലാസ് ആയിട്ട് അല്ലെങ്കിൽ കൊടുത്താൽ പറഞ്ഞിട്ട് ബോക്സിംഗ് തീർക്കാലോ. പറഞ്ഞു തീർക്കാം. എന്നാ അവനെ വിളിക്ക്, ഇപ്പൊ തന്നെ വിളിക്ക്. എന്റെ നമ്പർ ഒന്നുമില്ല വിളിക്കാനായിട്ട്. നാളെ തന്നെ എവിടെന്നെങ്കിലും നമ്പർ ഒപ്പിച്ചാൽ വിളിക്കണം. അത് ഒപ്പിക്കാം. ഓക്കെ अरे ओके रे ये करेगा कुछ तो लफड़ा होगा मुझे लग रहा है हाँ ഇന്ന പീസ്. ഹലോ ഹലോ അജിത് മേനോനല്ലേ? ആ ഞാൻ ദീപു, ശരണ്യയുടെ ഫ്രണ്ടാണ്. നമുക്കൊന്ന് നേരിട്ടാണ് സംസാരിച്ചാലോ? പ്രശ്നമൊന്നുമില്ല, കാര്യങ്ങൾ സംസാരിക്കാനോ. സ്ഥലം പറ. എറണാകുളം. വേണമെങ്കിൽ കൂട്ടുകാരെ വിളിച്ചോ. ആ ഒറ്റക്ക് വന്നാൽ മതി. എറണാകുളത്തോടെ വരണ്ട വീട് പറഞ്ഞാ ശരിയാവില്ല. എന്നാ പിന്നെ പറയാം. അത് ഞങ്ങൾ പിന്നെ പറയും. ഇന്നർ इनर पीस मुझे लगता है मार खाएगा മീറ്റിംഗ് കഴിഞ്ഞിട്ട് സെറ്റാക്കാം. നിന്നെ എന്തായാലും ഒരു സ്ഥലം ഒപ്പിക്കും. അമ്മാതിരി അപമാനമല്ലേ. മിണ്ടാതിരി ശാപമേ. നിന്നെ തോപ്പിക്കുന്നതിന് എന്തെങ്കിലും കാരണമെങ്കിലും ഉണ്ട്. നിന്റെ കൂടെ നടക്കുന്നോണ്ട് എന്നെ തോപ്പിക്കാന്നാണ് എന്റെ പേടി. എടാ കൊപ്പട ഇന്നത്തെ കൂടുതലെന്ത് ആദ്യ ദിവസം ഡീല് എനിക്കറിയില്ല. വേറൊരു കാര്യം നിനക്കറിയോ? ओके ഈ അജിത്ത് മേനോൻ ചേട്ടനും അരുൺ സാറും ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ചതാ. अरे ये आया साथ में ഞാൻ അഭിലാഷ്, ദീപുവിന്റെ അളിയൻ. അന്ന് വിളിച്ചിരുന്നില്ലേ? അത് ഞങ്ങളാ. ഇത് ഞങ്ങളുടെ ഫ്രണ്ട് സുമേഷ്, അജിത്ത. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രോ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഞാൻ കാര്യം പറയാം. ഇത് നമ്മുടെ ബഡിയാണ്. ഇതും ഇവനൊരു ചിക്കന് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ പഠിക്കുന്ന ബ്രോന്റെ കോളേജിലാ. ഇവന്റെ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ബ്രോ കുറെ നാളായിട്ട് അവിടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യണമെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് ഇനി മേലാൽ അങ്ങനെ വല്ലതും ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇതുവരെ ഉണ്ടായതൊക്കെ ഞങ്ങൾ മറന്നു. മതി, നിർത്തിക്കോ. എന്തേ इस सर को ही फटके देने चाहिए ഒരു പ്രാവശ്യം കൂടി വരേണ്ടി വരുള്ളൂ ശരണേ. ओके ഓക്കെ അല്ലെങ്കിൽ ഇടി കിട്ടും. നിന്നോട് പറഞ്ഞാ ബ്രോ ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട് പറ. കിട്ടും. പിന്നെ നീ നേരത്തെ ആടിയിട്ട് ഓളത്തിന് കൈ കൊടുക്കും. എനിക്കിടിക്കണം. നമുക്കറിയാമുള്ളത് സ്ഥലം നല്ല ഇടി കിട്ടും. സൈസാണ് വെറുതെ ഇട്ടിക്കൊണ്ട് തുറന്നിക്കണം. ഓക്കെ അപ്പൊ ബ്രോ കൈ കൊടുക്കാല്ലേ? ഓക്കെ ओके
ഇനി നിരക്കായി സെറ്റായില്ലേ? സെറ്റ് സെറ്റായില്ലേ? പിന്നെ പൊളിയാത്ത? പിന്നെ Okay. ഈ സിയാർ എവിടെയാണ് വെക്കേണ്ടത്? അത് ഇവിടെ അല്ലേ വെക്കണ്ടേ? ഇതിനകം ഞാൻ അനുഭവിക്കാൻ കിടക്കുന്നുണ്ടോ? ഓറഞ്ച് This is bad, yeah. നിന്റെ റിജക്ഷൻ എനിക്കൊരു ഷോക്കായിരുന്നു. That was nice. പിടിക്ക് പിടിക്ക് പിടിക്ക്. ഈ വഴി വന്നാൽ ക്ലാസ് ഉണ്ടാവും. Only class tomorrow. ചോദിച്ചു എന്താന്ന് വെച്ചാലേ കറക്റ്റ് ആ സമയത്ത് തിരികെ ബിരിയാണി വെക്കും. നേരത്തെ ബിരിയാണി വാങ്ങിച്ചു Gone. അജിത്തേട്ടൻ അതിനകത്ത് ഉണ്ടോ എന്തോ. Baba. ഡോക്ടേഴ്സ് പറഞ്ഞത് ഷോക്ക് അടിച്ചതല്ല, തലയ്ക്ക് അടിയേറ്റതാണ് ഇഞ്ചുറിക്ക് കാരണം. അരുൺ സാറിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. Give her a big clap. എന്തൊക്കെയാണ് നടക്കണത്? എല്ലാ വീട്ടിലും അളിയന്മാര് തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും. ഇവിടെ നേരെ തിരിച്ചാ, എപ്പോഴും ഒരുമിച്ച്. ഇതൊക്കെ കണ്ട് ഞാനും കുറെ സന്തോഷിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പൊ തോന്നുക അബി, നിങ്ങൾ തമ്മിൽ ഇത്ര സ്നേഹത്തിന്റെ ആവശ്യമൊന്നും വേണ്ടായിരുന്നു. അമ്മ നീ സീരിയല് പോലെ സംസാരിക്കുന്നത്. നീ ഒറ്റ ഒരുത്തനെ ഇവരെ കൊണ്ടുപോയി വഷളാക്കണത്. അമ്മ ഇത് എന്താ പറഞ്ഞിട്ട് ഈ പറയുന്നത്? ഇവന്റെ കാര്യത്തിന് വേണ്ടിട്ട് അഭിചേട്ടൻ പോയത്, എന്നിട്ട് ഇപ്പൊ എന്തായാലും എന്താ അവൻ വേണ്ട ഇവനെ ഉപദേശിച്ച് നേരെ വഴിക്ക് നടത്താൻ? അല്ലാതെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് നല്ല വഴക്കുണ്ടാക്കാൻ പോവാ. ശരിയല്ലേ അഭിചേട്ടൻ ഇങ്ങനെ പോണേ പോയി വിളിച്ചേ. अरे भाई मेरे को लगा था वो अजीत मार खाएगा. अच्छा खासा सेटल हो गया था ना. हैंडशेक भी हो गया. सब हो गया, but उसको चाहिए. मार खाएगा. अच्छा actually he should have been bad. You know I'm loving that sir वाला scenario. अच्छा हुआ. Good. But that was actually bad. The way he was. It was mental harassment. ना भी वो level पे आ गया था. Like He deserved it. He deserved it. सही of है course. सही है. But it was nice. एक थप्पड़ मार के ट्राई करना जाना. जाना. Who's useless? Cool, let's wait for more. Meanwhile, take care. Bye bye.